Vector algebra, dot product of two vectors. The dot product of two vectors, vector A and vector B, is denoted by vector A dot vector B and is defined as vector A dot vector B equal to magnitude of vector A into magnitude of vector B into cos theta, where theta is the angle between vector A and vector B. അതായത് രണ്ട് വെക്ടേഴ്സ് ആണ് വെക്ടർ എയും വെക്ടർ ബിയും. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ആൻഡ് ഈസ് ഗിവൺ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഇതിൽ തീറ്റ എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിൽ വരുന്ന ആംഗിളാണ്. ഇനി ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ റിയൽ നമ്പറാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി റിയൽ നമ്പറാണ്, കോസ് തീറ്റയും റിയൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ എ ഡോട്ട് ബിയുടെ പ്രോഡക്റ്റ് എ ഡോട്ട് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഒബ്സർവേഷനായിട്ട് എഴുതിയിട്ടുള്ളത്. അടുത്തത്, ഈ എ ഡോട്ട് ബി 0 ആവുന്നത് കോസ് തീറ്റ 0 ആകുമ്പോഴാണ്. അപ്പോൾ കോസ് തീറ്റ 0 എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് എ ഡോട്ട് ബി 0 ആകുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ എയും ബിയും പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് എ ഡോട്ട് ബി 0 ആകുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെന്ന് തെളിയിച്ചാൽ മതി. അതായത് ആ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് തെളിയിച്ചാൽ മതി. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് തെളിയിച്ചാൽ മതി. അടുത്ത മൂന്നാമത്തെ ഒബ്സർവേഷൻ, വെക്ടർ എ ഡോട്ട് വെക്ടർ എ ഈക്വൽ ടു, അത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്നതാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു കോസ് 0 ആണ്. എയും എയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ കോസ് 0 1 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് കിട്ടും. അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ. ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് എന്ത് വരും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ സ്ക്വയർ. അപ്പോൾ ഐയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ 1 കിട്ടും. ജെ ഡോട്ട് ജെ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ജെ സ്ക്വയർ, ദാറ്റ് ഈസ് 1. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ കെ സ്ക്വയർ എന്നുള്ളതും 1 കിട്ടും. ഇനി ഐ ഡോട്ട് ജെ ആണെങ്കിൽ ഐയും ജെയും, ഐ എക്സ് ആക്സിസിലാണ്, ജെ വൈ ആക്സിസിലാണ്. അപ്പോൾ രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സിമിലർലി ജെ ഡോട്ട് കെയും കെ ഡോട്ട് ഐയും 0 ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈസ് കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം എ ഡോട്ട് ബിയുടെ ഡെഫിനിഷൻ പഠിച്ചതിൽ നിന്ന് കിട്ടുന്നതാണ്. കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. അടുത്തത്, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ബി ഡോട്ട് വെക്ടർ എ. അതായത് എയുടെയും ബിയുടെയും ഓർഡർ മാറിയെടുത്താലും നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എ ഡോട്ട് ബിയുടെ ഡെഫിനിഷൻ. ഇഫ് വെക്ടർ എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k, വെക്ടർ ബി ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k, ദെൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അതായത് ഐ വരുന്ന ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, a1 ഇൻറ്റു b1 പ്ലസ് a2 ഇൻറ്റു b2 പ്ലസ് a3 ഇൻറ്റു b3. ഇതാണ് എ ഡോട്ട് ബി കാണാനുള്ള രണ്ടാമത്തെ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് ആംഗിൾ വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് എയും ബിയും ഈ രീതിയിൽ തന്നാൽ. അടുത്ത ലാസ്റ്റ് ഒബ്സർവേഷൻ, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി ഈസ് വെക്ടർ എ ഡോട്ട് ബി ക്യാപ്. ഇതിൽ ബി ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ബി ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി വിത്ത് മാഗ്നിറ്റ്യൂഡ്സ് 1 and 2 respectively and when vector A dot vector B equal to 1.
അതിന് നമുക്കറിയാം ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഇതിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് എയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ബിയുടെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, എ ഡോട്ട് ബി 1 ആണ്. ഇത് മൂന്നും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/1 ഇൻറ്റു 2 ഈക്വൽ ടു 1/2 ഓർ തീറ്റ ഈക്വൽ ടു ഈ കോസ് എന്നുള്ളത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് 1/2. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2. അടുത്തത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വെക്ടർ എ ഈക്വൽ ടു I plus j minus k and vector b equal to I minus j plus k. ഇതിൽ നമുക്ക് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ നമുക്കതിൽ മാഗ്നിറ്റ്യൂഡും തന്നിട്ടില്ല, ഡോട്ട് പ്രൊഡക്റ്റും എ ഡോട്ട് ബിയും തന്നിട്ടില്ല. അത് രണ്ടും നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈസ് കോസ് തീറ്റ ഈക്വൽ ടു vector a dot vector b by magnitude of vector a into magnitude of vector b. ഇതിലെന്താണ് magnitude of vector a? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലെന്ത് വരും? റൂട്ട് ഓഫ് 1i ആണ്. അപ്പോൾ ഇത് 1 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ്, അതായത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 3 എന്ന് വരും. അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്ന് പറയുന്നത് വരും റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 3. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കിട്ടി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി കിട്ടി. ഇനി എ ഡോട്ട് ബി കാണും. എങ്ങനെയാണ് എ ഡോട്ട് ബി കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യണം, ഐ വരുന്ന ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1i. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1. That is vector a dot vector b equal to minus 1 എന്ന് കിട്ടും. Therefore cos theta equal to equation substitute ചെയ്യുമ്പോൾ minus 1 by root 3 into root 3, that is minus 1 by 3. അതായത് theta equal to എന്ത് വരും? cos inverse of minus 1 by 3. അടുത്ത question, if vector a equal to 5i minus j minus 3k and vector b equal to I plus 3j minus 5k, then show that vector a plus vector b and vector a minus vector b are perpendicular. അതായത് നമുക്ക് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കണം. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ മതി. അതായത് നമുക്ക് എ പ്ലസ് ബിയും എ മൈനസ് ബിയും ആണ് പെർപെൻഡിക്കുലർ എന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി കാണണം, അത് 0 ആണെന്ന് കിട്ടണം. അപ്പോൾ എന്താണ് എ പ്ലസ് ബി എന്ന് നോക്കാം നമുക്ക്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ എ ആദ്യം എഴുതുക 5i മൈനസ് ജെ മൈനസ് 3k പ്ലസ് വെക്ടർ ബി ഐ പ്ലസ് 3j മൈനസ് 5k. രണ്ടും ആഡ് ചെയ്താൽ 5iയും ഐയും 6i മൈനസ് ജെ പ്ലസ് 3j എന്നുള്ളത് 2j മൈനസ് 3k പ്ലസ് മൈനസ് 5k എന്നുള്ളത് മൈനസ് 8k. ഇനി നമുക്ക് വെക്ടർ എ മൈനസ് വെക്ടർ ബി കാണണം. അതെന്ത് വരും? 5i മൈനസ് ജെ മൈനസ് 3k, ഇതാണ് വെക്ടർ എ. മൈനസ് വെക്ടർ ബി എന്ന് പറയുന്നതോ ഐ പ്ലസ് 3j മൈനസ് 5k. മൈനസ് ചെയ്യുമ്പോൾ 5i മൈനസ് ഐ എന്നുള്ളത് 4i മൈനസ് ജെ മൈനസ് 3j എന്നുള്ളത് മൈനസ് 4j മൈനസ് 3k മൈനസ് മൈനസ് 5k എന്നുള്ളത് 2k. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് നോക്കാം. എന്ത് ചെയ്യണം? ഐ വരുന്ന ടേംസ് 6 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു മൈനസ് 4 പ്ലസ് മൈനസ് 8 ഇൻറ്റു 2. സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 24 പ്ലസ് മൈനസ് 8 പ്ലസ് മൈനസ് 16 ഈക്വൽ ടു 0. Therefore vector a plus vector b and vector a minus vector b are perpendicular. അടുത്ത question, find the projection of the vector a equal to 2i plus 3j plus 2k on the vector b equal to I plus 2j plus k. അപ്പോൾ നമുക്കറിയാം പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി ഈസ് വെക്ടർ എ ഡോട്ട് ബി ക്യാപ്. ഇത് ബി ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വെക്ടർ എന്ന് പറഞ്ഞത് ഇതാണ്.
ആണ് 2i + 3j + 2k ഡോട്ട് ബി ക്യാപ് എന്ന് പറയുന്നത് എന്താണ് i + 2j + k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1² + 2² + 1². ദാറ്റ് ഈസ് ഇനി നമുക്ക് ഈ മുകളിലുള്ളത് ഡോട്ട് പ്രോഡക്റ്റ് കാണാം. അപ്പോൾ 2 × 1 + 3 × 2 + 2 × 1 ഡിവൈഡഡ് ബൈ 1 + 4 + 1 ദാറ്റ് ഈസ് 10/√6. ഇതാണ് പ്രൊജക്ഷൻ. അടുത്തത് ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി if two vectors vector a and vector b are such that magnitude of vector a equal to 2, magnitude of vector b equal to 3 and a dot b equal to 4. അപ്പോൾ നമുക്കറിയാം വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ a മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി എന്തായിരിക്കും? എക്ക് പകരം എന്ത് വന്നു? എ മൈനസ് ബി. അപ്പോൾ റൈറ്റ് സൈഡിലും എക്ക് പകരം എന്ത് എഴുതുക? എ മൈനസ് ബി. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി സ്ക്വയർ. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ എ ഡോട്ട് എ മൈനസ് എ ഡോട്ട് ബി മൈനസ് ബി ഡോട്ട് എ മൈനസ് ഇൻറ്റു മൈനസ് ബി ഡോട്ട് ബി. അപ്പോൾ മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് വരും. ഇനി എ ഡോട്ട് എ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ സ്ക്വയർ. ഇനി എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മൈനസ് എ ഡോട്ട് ബി മൈനസ് എ ഡോട്ട് ബി എന്നത് മൈനസ് 2a dot b plus magnitude of vector b square. ഇനി magnitude of vector a square 4 ആണ്. magnitude of vector b square 3 square ആണ്. അത് 9. മൈനസ് 2 × a dot b എന്ന് പറയുന്നത് 4 മൈനസ് 8 കിട്ടും. ടോട്ടൽ 5 എന്ന് കിട്ടും. ഇത് magnitude of vector a മൈനസ് വെക്റ്റർ b സ്ക്വയർ ആണ് 5. therefore magnitude of vector a മൈനസ് വെക്റ്റർ b എന്ന് വരും √5. അടുത്ത ക്വസ്റ്റ്യൻ, if vector a is a unit vector x minus a dot x plus a equal to 8, then find magnitude of vector x. നമുക്കറിയാം a എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ a 1 ആണ്. ഓൾസോ ഗിവൺ x minus a dot x plus a equal to 8. ഇതിൽ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ x dot x plus x dot a. അപ്പോൾ ഇത് എക്സ് ഡോട്ട് എന്നുള്ളതിന് പകരം എ ഡോട്ട് എക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് നമുക്കറിയാം എ ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ഡോട്ട് എ എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അടുത്തത് മൈനസ് എ ഡോട്ട് എക്സ് മൈനസ് എ ഡോട്ട് എ ഈക്വൽ ടു 8. ഇനി എക്സ് ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എക്സ് സ്ക്വയർ. എ ഡോട്ട് എക്സും മൈനസ് എ ഡോട്ട് എക്സും 0 ആയി. ബാക്കി മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ സ്ക്വയർ ഈക്വൽ ടു 8. ഇനി ഇത് 1 ആണ്. അപ്പോൾ magnitude of vector x square minus 1 equal to 8 or magnitude of vector x square equal to 8 plus 1 equal to 9. therefore magnitude of vector x equal to 3. അടുത്തത് triangle inequality. for any two vectors vector a and vector b, magnitude of vector a plus vector b less than or equal to magnitude of vector a plus magnitude of vector b. നമുക്ക് രണ്ട് വെക്ടേഴ്സ് വെക്ടർ എയും വെക്ടർ ബിയും അതിൻ്റെ സം എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് ആയിരിക്കും വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം. അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം. അത് എന്തുവരും? എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം പ്ലസ് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരത്തിനെക്കാട്ടിലും കുറവാണ് ഇത് എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം. അതാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഇത് രണ്ടും ഈക്വൽ ആവുന്നത്? ഈക്വൽ ആവണമെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എക്കും സിക്കും ഇടയിലായിരിക്കണം. അതായത് എയും ബിയും സിയും ഒരേ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം പ്ലസ് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരത്തിനും തുല്യമായിരിക്കും. ദാറ്റ് ഈസ് 3 points A, B, C are collinear if and only if magnitude of vector AC equal to magnitude of vector AB plus magnitude of vector BC. ഇത് ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം.
ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ -2i + 3j + 5k. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? -2, 3, 5 ആണ്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? -2i + 3j + 5k. അതായത് -2, 3, 5 എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ് എഴുതിയിട്ടുള്ളത്. ബി എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും? അപ്പോൾ 1, 2, 3 ആണ്. അതിന്റെ പൊസിഷൻ വെക്ടർ എന്ത് വരും? 1i + 2j + 3k. ആൻഡ് സി 7i - k ആണ്. അപ്പോൾ ജെ ഇല്ല, അപ്പോൾ എന്തായിരിക്കും? അത് 0j ആണ്. ആ കൊളീനിയർ. ചെയ്യേണ്ടത് വെക്റ്റർ എ ബി കാണുക, വെക്റ്റർ ബി സി കാണുക, വെക്റ്റർ എ സി കാണുക. മൂന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കാണണം. അപ്പോൾ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സം മൂന്നാമത്തേതിന് തുല്യമായിരിക്കും. ഇപ്പോൾ വെക്റ്റർ എ ബി എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ഇപ്പോൾ എന്ത് വരും? ബിയുടെ പൊസിഷൻ വെക്റ്റർ ഇതാണ്, എയുടെ പൊസിഷൻ വെക്റ്റർ ഇതാണ്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ ഇതിൽ i - -2i എന്ന് പറയുന്നത് 3i, 2j - 3j, ഇപ്പോൾ -j, 3k - 5k -2k. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടി കാണാം. എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? എയും ബിയും തമ്മിലുള്ള ദൂരം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ബി എന്ന് പറയുന്നത് വരും √3² + -1² + -2² = √14. അടുത്തത് നമുക്ക് ബി സി കാണണം. വെക്റ്റർ ബി സി = പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി. ദാറ്റ് ഈസ് 7i - k - i + 2j + 3k. അപ്പോൾ 7i - i എന്നുള്ളത് 6i വരും. 0j - 2j എന്നുള്ളത് -2j, -k - 3k എന്നുള്ളത് -4k. അടുത്തത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി സി = √6² + -2² + -4² = √56 എന്ന് കിട്ടും. അത് 56 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 14 ആണ്. ഇനി 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 √14. അടുത്ത ഇതേപോലെ നമുക്ക് എ സി കാണണം. വെക്റ്റർ എ സി = പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. ഇനി സിയുടെ പൊസിഷൻ വെക്റ്റർ 7i - k ആണ്, മൈനസ് എയുടെ പൊസിഷൻ വെക്റ്റർ -2i + 3j + 5k. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7i - -2i എന്ന് പറയുമ്പോൾ 9i. അടുത്തത് 0j - 3j എന്നുള്ളത് -3j, -k - 5k എന്നുള്ളത് -6k. അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ സി എന്ത് വരും? √9² + -3² + -6² = √81 + 9 + 36 √126 എന്ന് വരും. ഈ 126നെ നമുക്ക് 9 × 14 എന്ന് എഴുതാം. 9ൻ്റെ റൂട്ട് 3 ആണ്. അപ്പോൾ 3 √14. ആദ്യം കിട്ടിയത് നമുക്ക് √14, അതായത് 1 √14, രണ്ടാമത് 2 √14, മൂന്നാമത് 3 √14 കിട്ടി. ആദ്യത്തെ രണ്ടും കൂട്ടിയാൽ 1 √14ഉം 2 √14ഉം കൂട്ടിയാൽ കിട്ടും നമുക്ക് 3 √14 കിട്ടും. അതായത് ആദ്യത്തെ രണ്ട് ഡിസ്റ്റൻസിൻ്റെ സമ്മാണ് മൂന്നാമത്തെ ഡിസ്റ്റൻസ് എന്ന് പറയാം. അതായത് എയും ബിയും സിയും കൊളീനിയർ പോയിന്റ്. അതായത് എയും ബിയും സിയും കൊളീനിയർ പോയിന്റ്സ് ആണ്.